ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോമോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കൻ മോമോസാണ്. ആദ്യമേ തന്നെ ഞാൻ മൈദമാവ് ഞാനെടുത്ത് കുഴയ്ക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ച് വെക്കണം. ഇച്ചിരി ഉപ്പും വെള്ളവും പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് വേണം നമ്മൾ കുഴയ്ക്കാനായിട്ട്. മാവ് നമ്മൾ കുഴച്ച് നമ്മൾ സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്കത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം. ചിക്കൻ നമ്മളത് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ പച്ച ചിക്കൻ കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടൊരു സവാളയാണ്. ഞാൻ ഒരു സവാളയാണ് ഇവിടെ എടുക്കുന്നത്. അത് നമുക്ക് സ്മോൾ പീസസായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം. ചെറിയതായിട്ട് കട്ട് ചെയ്യാവൂ, കാര്യം നമ്മൾ മോമോസിൻ്റെ ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അതും സ്മോൾ പീസസായിട്ട് നമ്മളത് കട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ചിക്കനെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് നമ്മളൊന്ന് മാറ്റുന്നുണ്ട്. നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ചിക്കനിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ സവോള, കുറച്ച് നാരങ്ങയും കൂടെ, ഇഞ്ചി, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്കിനി വേണ്ട കുരുമുളക് വേണം. പൊടിയില്ലായിരുന്നു, അപ്പോൾ നമുക്ക് ഒന്ന് ഇടിച്ചെടുക്കാം. ആ മിക്സിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ആ മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ മൈദ എടുത്ത് അത് സ്മോൾ ബോളായിട്ട് നമ്മളത് റോൾ ചെയ്ത് വെക്കുക. ഈ റോൾ ചെയ്ത മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ പരത്തി വെച്ച മാവ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് പോലെ അതിലൊരു ഷേപ്പാക്കി അങ്ങനത്തെ നമ്മുടെ മാവെല്ലാം നമ്മൾ പരത്തി തന്നത് സെറ്റാക്കി നമുക്കിന്ന് വെച്ചിട്ടുണ്ട്. ഇനി മാവിനകത്തോട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് എല്ലാം ഫില്ല് ചെയ്ത് നമ്മളിനി മോമോസിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് ഷേപ്പ് അറിയാമല്ലോ, ഏത് ഷേപ്പിലാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് രണ്ട് രീതി വേണമെങ്കിൽ വെക്കാം. മൊത്തത്തിൽ നീളത്തിലും വെക്കാം, അല്ലാതെ ഞാനിപ്പം ഇങ്ങനെ ചെയ്യുന്ന പോലെ ചെയ്യാം. നമ്മളപ്പോൾ അത് എല്ലാം ഷേപ്പിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് കത്തിച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് നമുക്ക് എടുക്കണം. അപ്പോൾ ഇഡ്ഡലിക്കുട്ടമാണ് ഞാൻ എടുക്കുന്നത്. ഇഡ്ഡലിക്കുട്ടയും വെച്ചു. എന്നിട്ട് നമ്മൾ ആ സെറ്റാക്കി വെച്ച മോമോസ് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെല്ലാം വെച്ച് കൊടുത്തു. ഇനി ഒരു 20 മിനിറ്റ്സ് നമുക്കൊന്ന് സ്റ്റീം ആവുന്നിടം വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 20 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മോമോസ് ഉണ്ടാക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ സോസൊന്നും ഉണ്ടാക്കുന്നില്ല, ഞാൻ ടൊമാറ്റോ സോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം മോമോസ് ഉണ്ടാക്കി നോക്കാത്തവരായിട്ട് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക.